പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തെ ഒരിക്കലും ബോറിംഗ് ആക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ ആ റെഗുലർ റുട്ടീൻ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. ദൈവം നമ്മെ ജീവിക്കുവാനായി വിളിച്ചത് ടു ലിവ് എ ലൈഫ് ഫുൾ ഓഫ് ജോയ്സ് ആൻഡ് സോറോസ്, ബാറ്റിൽസ് ആൻഡ് സെലിബ്രേഷൻസ്, സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്, അപ്സ് ആൻഡ് ഡൗൺസ്. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ദൈവത്തിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ നിന്ന് ചിലതൊക്കെ നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം തരുന്ന കാര്യമാണ്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ 54:17, ഐസായ 54:17, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് വളരെ നല്ലതായിട്ട് തന്നെ അപ്രതീക്ഷിതമായ സംഗതികളിൽ കൂടി നാം കടന്നു പോകണം. നമ്മളതിനെ എംബ്രേസ് ചെയ്യാൻ പഠിക്കണം. തന്നെയുമല്ല, ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഗതികളിൽ കൂടിയാണ് നാം ചില നല്ല കാര്യങ്ങളും ചില ചീത്ത കാര്യങ്ങളും പഠിക്കുന്നത്. നാം ദൈവത്തിൽ അപ്പോൾ ആശ്രയിക്കണം. കർത്താവ് നമ്മെ അതിൽ കൂടെ കടത്തിവിടുമെന്ന് നാം പരിപൂർണമായിട്ട് വിശ്വസിക്കണം. പക്ഷെ നമ്മുടെ മാനുഷികമായിട്ടുള്ള സ്വഭാവം വെച്ച് നാം പല കാര്യങ്ങളെയും, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എല്ലാ കാര്യങ്ങളെയും അങ്ങ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളങ്ങ് ട്രൈ ചെയ്യും. ശരിയല്ലേ? ഇൻക്ലൂഡിങ് ഗോഡ്. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്നോട് പിണങ്ങുമോ? ഞാൻ പറയട്ടെ ദൈവമക്കളെ, വി സെർവ് എ ഗോഡ് ഹു റെഫ്യൂസസ് ടു ബി കൺട്രോൾഡ് ബൈ എസ്. കാരണം യേശു കർത്താവിനെ അനുകരിക്കുന്നൊരു വ്യക്തിയാണ് നീ ഞാനുമെങ്കിൽ നമ്മൾ അവനിൽ അങ്ങ് ആശ്രയിക്കണം. നമ്മുടെ ചുറ്റും എന്ത് കാര്യം വേണമെങ്കിലും നടന്നു പോയിക്കോട്ടെ, നമ്മുടെ ഹൃദയം അവന് വേണ്ടി അവൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ ഉറപ്പായി പറയട്ടെ, അവനത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. ടു ഫ്രീ ഹിം ടു യൂസ് ദ അൺഎക്സ്പെക്റ്റഡ്, എ നെസസറി കാറ്റലിസ്റ്റ് ടു ഗ്രോ അസ്, സാങ്ക്ടിഫൈ അസ് ആൻഡ് ഹെൽപ്പ് us see life with a whole new perspective. മനസ്സിലായോ? ഒരു കാറ്റലിസ്റ്റ് സ്പീഡപ്പ് ചെയ്യും നമ്മുടെ വളർച്ചയെ, നമ്മുടെ ശുദ്ധീകരണത്തെ, പുതിയ കാഴ്ചപ്പാട് തരുന്നതിനെയൊക്കെ വളർത്തുവാൻ അപ്രതീക്ഷിതമായിട്ടുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആവശ്യമാണെന്നേ. ഒരു ഇൻ്ററപ്ഷനുമില്ലാതെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുള പൊട്ടി വളർന്നു വരുവാനായിട്ട് ദൈവമിടയാക്കും. അതുകൊണ്ട് ഈ സത്യമുണ്ടല്ലോ, അത് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് ഒരേഴ പോലെ നെയ്തെടുത്തൊന്നങ്ങ് ചേർത്തേ. അപ്പോൾ എന്തൊക്കെ വന്നാലും നമുക്ക് ഭയം വരത്തില്ല. ദൈവമക്കളെ, അൾട്ടിമേറ്റ്ലി നമ്മുടെ ദൈവം നമുക്ക് നന്മയ്ക്കായിട്ട് അത് ചെയ്യത്തുള്ളൂ. സംഗതികൾ കോംപ്ലക്സ് എന്ന് തോന്നിയാലും, ഒരിക്കലും മാറ്റം വരത്തില്ലെന്ന് തോന്നിയാലും, കർത്താവിന് നമ്മുടെ പ്രകൃതി അറിയാം. അതുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകരുത്. അൺഎക്സ്പെക്റ്റഡായിട്ട്, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഗതികളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകരുത്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവ്രിത്തിങ്. അതുകൊണ്ട് നാം വിശ്വസിക്കണം, നമ്മുടെ യേശു കർത്താവ് അവൻ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അവൻ്റെ വചനത്തിൽ കൂടെ നമ്മെ കേൾപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അത് നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാണെന്ന്. പ്രൈസ് ഗോഡ്. നാം ഫേസ് ചെയ്യുന്ന പല സംഗതികൾക്കും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാണും, വളവും പൊളപ്പും ഒക്കെ കാണുമായിരിക്കും. എന്നാൽ
അതെല്ലാം നാം ആയിരിക്കേണ്ട അടുത്ത് കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രൈസ് ഗോഡ്. വിശ്വാസത്തിൽ ജീവിക്കുക, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക, അടയാളങ്ങളിൽ വിശ്വസിക്കുക. എനിക്ക് നിങ്ങൾക്കും വേണ്ടി നമ്മുടെ കർത്താവ് വലിയ ചെയ്യുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു കർത്താവിനെയല്ലേ നാം സേവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ഇവൻറ്റും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് യേശുവിനെ ട്രസ്റ്റ് ചെയ്ത്, അവൻ്റെ വചനത്തെ ട്രസ്റ്റ് ചെയ്ത്, അവൻ്റെ നന്മ തുടർമാനം പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിലെ, ഞാൻ പറയും, ഒരു പവർഫുൾ ഫോഴ്സ് തന്നെ. കാരണം വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരു മൊമെൻറ്റം അവിടെ ഉണ്ട്. ആ മൊമെൻറ്റം നമ്മെ പുതിയ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കും. അങ്ങനെ അൺപ്രഡിക്റ്റഡായിട്ട് വരുന്ന ഷോക്സ്, സ്ട്രെസ്സേഴ്സ് ഒക്കെ നാം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, എംബ്രേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനെ ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി അങ്ങോട്ട് തീർക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ അവർ ഗുഡ്. പക്ഷെ നമ്മൾ പറയും പലപ്പോഴും ഏറ്റവും വേഴ്സായിട്ടുള്ളതാണ് എനിക്ക് കിട്ടുന്നത്, ഹാർഡറായിട്ടുള്ളതാണ് എനിക്ക് കിട്ടുന്നത്. എന്നിട്ടങ്ങ് സംശയിക്കും. വി ഡൗട്ട് ഗോഡ്, വി ഡൗട്ട് ഹിസ് കോളിംഗ്, വി ഡൗട്ട് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്, വി ഗീവ് അപ്പ്. പ്രൈസ് ഗോഡ്. ഞാൻ ഓർക്കുക, എന്നിട്ടും കർത്താവ് നമ്മെ സ്നേഹിച്ച് നമ്മുടെ പുറകെ വരുന്നില്ലേ? വലിയ ഈസി അല്ല ഇത് കേട്ടോ. അത് തോന്നല. ഏൽപ്പിച്ചു കൊടുക്കുക, വിശ്വസ്തയോടെ നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ പല സമയങ്ങളിൽ, പല കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതൊക്കെ. ചിലത് ഞാൻ നിങ്ങളോട് പറയട്ടെ. അടഞ്ഞ ചില വാതിലുകൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ പറയും, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വേറൊരു നല്ല വഴി തുറക്കുന്നുണ്ടെന്ന്. പ്രൈസ് ഗോഡ്. ചില യുദ്ധങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് എന്നെ വിട്ട് മാറി നിൽക്കുവാണെന്ന് ഞാൻ ചിന്തിക്കത്തില്ല. ഞാൻ പറയും, എൻ്റെ കർത്താവ് എൻ്റെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ് എനിക്കുള്ളത്. ജീവിതത്തിൽ ട്രയൽസ് വരുമ്പോൾ നമ്മുടെ ദൈവഹിതത്തിന് പുറത്താണെന്ന് ഉള്ളൊരു ചിന്ത പിശാച് നമ്മുടെ മനസ്സിൽ കൊണ്ടിടും. നോ, നമ്മൾ എക്സാക്ട്ലി ദൈവത്തിൻ്റെ ഹിതത്തിനകത്ത് തന്നെ നിൽക്കുന്നത്. നാം എവിടെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ദൈവം ഇതിലെ ഭാരപ്പെട്ടു പോകരുതേ. ഫൈറ്റിംഗ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. നിൽക്കുക കുഞ്ഞെ, വിശ്വസിച്ച് നിൽക്കുക. കാരണം അവൻ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്നത് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയാകും. ശ്രേഷ്ഠമായത്, സൂപ്പർ നാച്ചുറലായിട്ടുള്ളത് ചെയ്യുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയാകും. ഏൽപ്പിച്ചു കൊടുക്കാമോ? തീർച്ചയായും കർത്താവ് സഹായിക്കും. കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചിലതൊക്കെ തിന്മയ്ക്കാണെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടി വെച്ചാലും ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി സകലവും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു കർത്താവിനെ സേവിപ്പാൻ ഇട തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ, കൃപയിൽ പോയി നിർത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.